തള്ളു 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 പന്നാസു വണ്ടി തള്ളു 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 തള്ളി തല്ലിപ്പൊള്ളി വണ്ടി ഈ തല്ലിപ്പൊള്ളി വണ്ടി. നമസ്കാരം. ഭാരതത്തിന്റെ പ്രഥമ പൗര രാഷ്ട്രപതി ബഹുമാനപ്പെട്ട ദ്രൗപദി മുർമു ശബരിമല സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം എന്ന സ്ഥലത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററുകൾ വന്നിറങ്ങിയത്. 3 ഹെലികോപ്റ്ററുകളാണ് ദ്രൗപദി മുർമുവിന്റെ വ്യോമസേന അകമ്പടിയിലുള്ളത്. 2 ഹെലികോപ്റ്ററുകൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയത്. അങ്ങനെ 3 ഹെലികോപ്റ്ററുകളാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം എന്ന സ്ഥലത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പറന്ന് ഇറങ്ങിയത്. എന്നാൽ രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററുകളിൽ ഒന്ന്, അതായത് രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പ്രമാടത്തുള്ള ഹെലിപ്പാഡിൽ താഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. രാഷ്ട്രപതി വളരെ സുരക്ഷിതയായി തന്നെ ലാൻഡ് ചെയ്തു. അവർ കാറിൽ കയറി യാത്ര ചെയ്ത് പമ്പയിലേക്ക് പോയി. എങ്കിലും പ്രമാടത്ത് രാഷ്ട്രപതി വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ വീലുകൾ കോൺക്രീറ്റിൽ പുതയുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് രാഷ്ട്രപതി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ നിന്നും തള്ളി മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. നിലയ്ക്കലിൽ ആണ് രാഷ്ട്രപതി ആദ്യം ദർശനത്തിനായി വരുമ്പോൾ ഹെലികോപ്റ്ററിൽ ഇറങ്ങുക എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ മൂലം പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ പിന്നീട് കുറെ കൂടി സുരക്ഷിതമായ പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള പ്രമാടം എന്ന സ്ഥലത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് അത് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചാണ് ഇന്നലെ പ്രമാടത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലിപ്പാഡുകൾ ഒരുക്കിയത്. ഇന്നലെ വൈകുന്നേരമാണ് 3 ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങത്തക്ക രീതിയിൽ 3 ഹെലിപ്പാഡുകൾ ജില്ലാ ഭരണകൂടം പ്രമാടത്ത് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം കോൺക്രീറ്റ് ഉറയ്ക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയപ്പോൾ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന്റെ വീലുകൾ പ്രമാടത്തെ കോൺക്രീറ്റിൽ പുതഞ്ഞു പോയത് എന്നാണ് ഇപ്പോൾ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവമാണ് മലയാള സിനിമയുടെ തന്നെ, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഹാസ്യ സാമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന യശശരീരനായ അടൂർ ഭാസി പാടി അഭിനയിച്ച ഒരു ഗാനം ഈ വീഡിയോയുടെ ആമുഖത്തിൽ കാണിച്ചത്. തള്ളു 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 തല്ലിപ്പൊളി വണ്ടി തള്ളു 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 പന്നാസ് വണ്ടി എന്ന ഗാനമാണ് അടൂർ ഭാസി ആലപിച്ചതെങ്കിലും രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്റർ ഒരു കാരണവശാലും പന്നാസ് വണ്ടിയായിരുന്നില്ല. വ്യോമസേനയുടെ തന്നെ ഏറ്റവും അത്യാധുനികമായ സജ്ജീകരണങ്ങളോടുകൂടി നിർമ്മിക്കപ്പെട്ട ഹെലികോപ്റ്റർ തന്നെയാണിത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി പോലുള്ള VIP-കൾക്ക് അതീവ സുരക്ഷിതത്വത്തോടു കൂടി സഞ്ചരിക്കുവാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വ്യോമസേനയുടെ ZB-5101 എന്ന ഹെലികോപ്റ്റർ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ ഹെലികോപ്റ്റർ തന്നെയാണ്. എന്നാൽ രാഷ്ട്രപതി കേരള സന്ദർശനത്തിനെത്തുമ്പോൾ നിലയ്ക്കലിലായിരിക്കും ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്യുക എന്ന് കരുതി തന്നെയാണ് ഭരണകൂടം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കിയത്. ജില്ലാ ഭരണകൂടത്തിനും ഇങ്ങനെയൊരു ഉത്തരവാണ് ആദ്യം കിട്ടിയിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് പത്തനംതിട്ടയിൽ തന്നെയുള്ള പ്രമാടത്തേക്ക് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ വ്യൂഹങ്ങൾ പറന്നിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി പ്ലാൻ ബി ഇന്നലെ രാത്രി മാത്രമാണ് സജ്ജീകരിച്ചത്. പ്രധാനമായും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പോലുള്ള VIP-കൾ നാട്ടിലേക്ക് വരുമ്പോൾ എവിടെയാണോ അവർ ലാൻഡ് ചെയ്യുന്നത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ ബി കൂടി പകരം കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ പ്ലാൻ ബി എന്നുള്ള പദ്ധതി ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഒരുപക്ഷെ നിശ്ചയിക്കപ്പെട്ടതെന്നും അതിനാൽ തന്നെ വളരെ വൈകിയാണ് പ്രമാടത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ കോൺക്രീറ്റ് ജോലികൾ പൂർത്തീകരിച്ചതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭാരമേറിയ ഹെലികോപ്റ്ററുകൾ വന്നിറങ്ങിയപ്പോൾ ആ ഹെലികോപ്റ്ററിന്റെ വീലുകൾ ഉറയ്ക്കാതെ നിന്നിരുന്ന, അതായത് ഇന്നലെ രാത്രി മാത്രം കോൺക്രീറ്റ് ചെയ്ത കോൺക്രീറ്റിലേക്ക് ഹെലികോപ്റ്ററിന്റെ വീലുകൾ പുതഞ്ഞു പോകുകയായിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ തള്ളി നീക്കുന്ന കാഴ്ച ജനം കാണുന്നത്. സാധാരണ കൈവണ്ടിയോ അല്ലെങ്കിൽ കാറോ മറ്റേതെങ്കിലും വാഹനങ്ങളോ എല്ലാം തള്ളി നീക്കുന്ന കാഴ്ച നാം സാധാരണയായി കാണാറുണ്ട്. എന്നാൽ ഒരു ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന കാഴ്ച ആദ്യമായി തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇത് രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹത്തിലേക്കുള്ള അല്ലെങ്കിൽ വാഹനവ്യൂഹം ലാൻഡ് ചെയ്യുന്നതിൽ വന്ന സുരക്ഷാ പിഴവ് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ബഹുമാനപ്പെട്ട രാഷ്ട്രപതി
യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുമില്ലാതെ വന്നിറങ്ങുകയും അവിടെ നിന്ന് പമ്പയ്ക്ക് തിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ രാഷ്ട്രപതി വന്നിറങ്ങുമ്പോൾ പ്രതികൂല കാലാവസ്ഥയുണ്ടെങ്കിൽ പകരം നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റെവിടേക്കെങ്കിലും ലാൻഡിംഗ് മാറ്റുകയാണെങ്കിൽ അവിടെ വളരെ നേരത്തെ തന്നെ സുരക്ഷാ പാളിച്ചകൾ ഒഴിവാക്കി ലാൻഡിംഗ് സംവിധാനം ഒരുക്കണം എന്നുള്ള ചട്ടങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ജില്ലാ ഭരണകൂടം അത് നിർവഹിച്ചിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ഒരുപക്ഷെ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ രാഷ്ട്രപതിയെയും വഹിച്ചുകൊണ്ട് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായും അന്തരീക്ഷം മറ്റൊന്നാകുമായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള യാതൊരു വീഴ്ചയും സംഭവിച്ചില്ല എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം. എന്നാൽ ഇത് സുരക്ഷാ വിഭാഗത്തിന്റെ വീഴ്ചയായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇതിന് പോലീസും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരും നൽകുന്ന വിശദീകരണം മറ്റൊന്നാണ്. രാഷ്ട്രപതി സഞ്ചരിച്ചെത്തിയ ഹെലികോപ്റ്റർ രാഷ്ട്രപതി അതിൽ നിന്നും ഇറങ്ങി പമ്പയ്ക്ക് യാത്ര ചെയ്തതിന് ശേഷം തിരിച്ച് അത് എച്ച് പൊസിഷനിൽ തന്നെ നിർത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ തള്ളി നീക്കി അങ്ങനെ ആക്കിയത് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വിശദീകരണം വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടാക്കിയതിൽ സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനുമെല്ലാം ഉത്തരവാദിത്തമുണ്ട്. ഇനി വരുന്ന ആളുകളിൽ അതേ തുടർന്ന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. എന്തായാലും രാഷ്ട്രപതി പമ്പയിലേക്ക് പോയി പമ്പയിൽ നിന്നും കെട്ടുനിറച്ച് സേനയുടെ തന്നെ ഗൂർഖ വാഹനത്തിൽ പോകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം കൃത്യമായി വിശദീകരണം നൽകേണ്ടതുണ്ട്. രാഷ്ട്രപതി സുഗമമായി ശബരിമല ദർശനം കഴിഞ്ഞു പോയതിനു ശേഷം തന്നെയായിരിക്കും ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരിക്കും ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.